മംഗളം ഗെയിം ചേഞ്ചേഴ്സ് അവാർഡ് പ്രോഗ്രാമിൽ സന്നിഹിതനായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള ശ്രീ സംസ്ഥാന മന്ത്രി ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാൽ, ശ്രീ വി.എൻ. വാസവൻ, ബാലഗോപാലല്ല, രാജീവാണ്, ശ്രീ രാജീവ്, ശ്രീ വാസവൻ, മംഗളത്തിന്റെ സാരഥികൾ, ഇവിടെ ഗെയിം ചേഞ്ചേഴ്സ് അവാർഡ് ജേതാക്കളായ മറ്റ് സുഹൃത്തുക്കൾ, കൊച്ചിയിലെയും കേരളത്തിലെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ, എല്ലാവർക്കും എന്റെ നമസ്കാരം. ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് ഏതാണ്ടൊരു 3/4 മണിക്കൂർ വൈകി നെടുമ്പാശ്ശേരിയിലെത്തി നേരെ ഞാൻ അവിടെ നിന്ന് വരികയാണ്. അതുകൊണ്ട് സാധാരണ പറയാറുള്ളത് പോലെ എന്റേതല്ലാത്ത കാരണങ്ങളാൽ ഉണ്ടായിട്ടുള്ള താമസത്തിന് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. ആദ്യമായിട്ട് മംഗളം ഗെയിം ചേഞ്ചേഴ്സ് അവാർഡ് ജേതാക്കളായ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കോവിഡ് കാലത്ത് നവീന ബിസിനസ് സംരംഭങ്ങളിലൂടെ സ്വയം വിജയിക്കുകയും നാടിനെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്തവരാണ് ഈ പുരസ്കാര ജേതാക്കൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി രാജ്യത്തെ കൊണ്ടുചെന്നെത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്വപ്നം, അതായത് ആത്മനിർഭർ ഭാരത് അഥവാ സ്വാശ്രയ ഇന്ത്യ, ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത് നിങ്ങളെപ്പോലെയുള്ളവരാണ് എന്ന് ഞാൻ നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ്. സ്വാശ്രയ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള പഞ്ചസ്തംഭങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഊർജ്ജസ്വലരായ പുതിയ ആശയങ്ങൾ പ്രായോഗികമാക്കാൻ കഴിയുന്ന ജനത. അതാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത്. കോവിഡ് മഹാമാരിക്ക് ശേഷം രാജ്യത്ത് സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിൽ വലിയ കുതിപ്പാണ് ഉണ്ടായിട്ടുള്ളത്. ടെക്നോളജി രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി പേർ മറ്റ് സ്ഥാപനങ്ങളിലെ ജോലി വിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം സംരംഭങ്ങളിലേക്ക് തിരിഞ്ഞത് ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടു. കഴിഞ്ഞ വർഷം മാത്രം 44 യൂണിക്കോണുകൾ സ്റ്റാർട്ടപ്പുകളുടെ മേഖലയിൽ നമ്മുടെ രാജ്യത്തുണ്ടായി എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാരുടെയും നമ്മുടെ സംരംഭകരുടെയും സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെയും ഒക്കെ കഴിവ്, ആ കഴിവും അവരുടെ കേപ്പബിലിറ്റിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. മഹാമാരി പല രാജ്യങ്ങളെയും സാമ്പത്തികമായിട്ട് വലിയ തോതിൽ തകർത്തു. അവർക്ക് പലർക്കും അതിൽ നിന്ന് മോചിതരായി മുന്നോട്ട് വരാൻ പോലും സാധിച്ചിട്ടില്ല. അടുത്ത വർഷത്തേക്കുള്ള പ്രഡിക്ഷൻ, നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ കുറിച്ചുള്ള പ്രഡിക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രഡിക്ഷൻ വേൾഡ് ബാങ്കും IMF ഒക്കെ 8.2 എന്ന് കണക്കാക്കുമ്പോൾ 8.2% എന്ന് കണക്കാക്കുമ്പോഴും ലോകത്തെ പല ഡെവലപ്ഡ് എക്കണോമീസ്, ആ സാമ്പത്തിക ശേഷികൾ അല്ലെങ്കിൽ ആ സമ്പദ്ഘടനകളുടെ സാമ്പത്തിക വളർച്ച അതിനേക്കാൾ അതിന്റെ പകുതി പോലും ഇല്ല എന്നുള്ള ഒരു സാഹചര്യം കൂടി നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു വശത്ത് ഈ തരത്തിൽ സാമ്പത്തികമായിട്ട് മറ്റു പല രാജ്യങ്ങളും തകർന്നപ്പോഴും ഇന്ത്യയിൽ പുതിയ സംരംഭങ്ങളുടെ വലിയ തരംഗമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത്തരമൊരു തരംഗം സൃഷ്ടിച്ചതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള നയങ്ങളാണ് എന്നുള്ളത് അഭിമാനത്തോടുകൂടി പറയാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ വിവിധ നയപരിപാടികളിലൂടെ നൂതന സംരംഭകർക്ക് ഇത്രയും പിന്തുണ നൽകിയ മറ്റൊരു സർക്കാരും നമ്മുടെ രാജ്യത്ത് ഇതുവരെ ഉണ്ടാവില്ല. ഇന്ത്യയിൽ ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന സംരംഭകത്വ ഊർജത്തെ പരമാവധി പ്രയോജനപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണെങ്കിലും
പുതിയ വിദ്യാഭ്യാസ നയം. ആ പുതിയ വിദ്യാഭ്യാസ നയം ഈ തരത്തിൽ നമ്മുടെ ചെറുപ്പക്കാർ, കഴിവുള്ള ചെറുപ്പക്കാർ നമ്മുടെ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ, നമ്മുടെ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയുന്നവരായിട്ട് അവർ വളർന്നു വരണം എന്നുള്ള ആശയമാണ് ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ യുവാക്കൾ ഒരു കാലത്ത് വിദ്യാഭ്യാസം നേടിയതിനു ശേഷം മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നതിനെ നമ്മൾ വിശേഷിപ്പിച്ചിരുന്നത് മസ്തിഷ്ക ചോർച്ചയായിട്ടാണ്. പക്ഷെ ഇന്ന് നമുക്കൊരിക്കലും നമ്മൾ അതിനെ കാണുന്നത് വേറൊരു രീതിയിലാണ്. ഇന്ത്യക്കാർ ഇന്ന് ലോകത്തെവിടെയും പോയി അവിടെ സ്വന്തം കഴിവുകൾ തെളിയിക്കുകയും അവിടുത്തെ നേതൃത്വത്തിലേക്ക് കടന്നു വരികയും, അത് ശാസ്ത്ര സാങ്കേതിക വിദ്യയും വൈദ്യശാസ്ത്ര രംഗവും മാത്രമല്ല, അവിടുത്തെ സമൂഹത്തിന്റെ തന്നെ, ആ നാടിന്റെ തന്നെ നേതൃത്വത്തിലേക്ക് ഇന്ത്യക്കാരായിട്ടുള്ള പാർലമെന്റേറിയൻസ്, ഇന്ത്യക്കാരായിട്ടുള്ള മിനിസ്റ്റേഴ്സ്, ഇന്ന് ബോറിസ് ജോൺസൺ ഇന്നലെയും ഇന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇന്ത്യയിലുണ്ട്. അദ്ദേഹത്തിന്റെ ധനകാര്യമന്ത്രി ഇന്ത്യക്കാരനാണ്. അത് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു ധനകാര്യമന്ത്രിയാണ്. ഒരു കാലത്ത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് പറഞ്ഞ് ഇന്ത്യയെ കീഴടക്കി ഭരിച്ചിരുന്ന ഒരു രാജ്യത്തിന്റെ ധനകാര്യമന്ത്രി ഇന്ന് ഇന്ത്യക്കാരനാണ്. ഇതുപോലെ നിരവധി, നമ്മുടെ മലയാളിയായിട്ടുള്ള ഭാവന രാധാകൃഷ്ണൻ നമ്മുടെ ന്യൂസിലാൻഡിലെ മിനിസ്റ്ററാണ്. അതുപോലുള്ള നിരവധി ആൾക്കാർ. അപ്പൊ അങ്ങനെയുള്ള ചെറുപ്പക്കാരുടെ കഴിവുകൾ വികസിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ നയം, ആ വിദ്യാഭ്യാസ നയമാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഇപ്പോ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി മുന്നോട്ട് വെച്ചപ്പോൾ അതിലൂടെ രാജ്യത്തിന്റെ സമസ്ത മേഖലയിലുള്ള വളർച്ചയാണ് നരേന്ദ്രമോദി സർക്കാർ ലക്ഷ്യം വെച്ചത്. അതിലേക്ക് സർക്കാരിന്റെ നിർലോഭമായ പിന്തുണ സംരംഭകർക്ക് നൽകുകയും ചെയ്യുന്നു. പുതിയ ബിസിനസ് തുടങ്ങാൻ മുമ്പത്തേക്കാൾ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു സാഹചര്യം, ആ സാഹചര്യം ഇന്ന് രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതുതന്നെയാണ് ആളുകളെ ഇത്തരം നൂതന ആശയങ്ങളുമായിട്ട് മുന്നോട്ട് വരാൻ പ്രോത്സാഹിപ്പിക്കുന്നത്. 2014 മുമ്പ് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന സ്ഥിതിയിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യം ഇന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഈ മേഖലയിലുള്ള എല്ലാവർക്കും അറിയാം. അനാവശ്യമായിട്ടുള്ള അനുമതികളും ലൈസൻസുകളുമെല്ലാം പറഞ്ഞ് സംരംഭകരെ ബുദ്ധിമുട്ടിക്കുന്ന പഴയ രീതി, ആ രീതി ഇന്ന് രാജ്യത്തില്ല. ഈ കംപ്ലയൻസ് എന്ന് പറയുന്ന ഒരു കാര്യം, അനാവശ്യമായിട്ടുള്ള കംപ്ലയൻസ്, ആ കംപ്ലയൻസ് നെസസിറ്റി, അത് പരമാവധി കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ ഇന്ന് മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ഗവൺമെന്റിന്റെ കയ്യിൽ ഓൾറെഡിയുള്ള ഇൻഫർമേഷൻ പോലും വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്ന ഒരു രീതി, അതാണ് നമ്മുടെ ഇത്രയും കാലത്തെ വ്യാവസായിക രംഗത്തെയും വാണിജ്യ രംഗത്തെയും സാമ്പത്തിക മേഖലയിലും മാത്രമല്ല സാധാരണ പൗരന്മാരുടെ കാര്യത്തിൽ പോലും ഉണ്ടായിരുന്നത്. അത് മുഴുവൻ ഇല്ലാതാക്കി. ഇപ്പൊ ഇന്ന് ഗസറ്റഡ് ഓഫീസർ സർട്ടിഫൈ ചെയ്യുന്നതിന് പകരം സെൽഫ് അറ്റസ്റ്റേഷൻ പല കാര്യങ്ങളിലും ഇന്ന് നടപ്പിലാക്കി കഴിഞ്ഞു. കാരണം അനാവശ്യമായിട്ടൊരു ഗസറ്റഡ് ഓഫീസറുടെ മുന്നിൽ പോയി നിന്ന് ഈ പോകുന്ന ആളുടെ സമയം മാത്രമല്ല ഗസറ്റഡ് ഓഫീസറുടെയും സമയം കളയേണ്ട ആവശ്യമില്ല. സെൽഫ് അറ്റസ്റ്റേഷൻ അവസാനം ആത്യന്തികമായിട്ട് ഈ വ്യക്തി നേരിട്ട് വരും. അപ്പോ നേരിട്ട് വരുമ്പോ അത് പരിശോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഡിജി ലോക്കർ സംവിധാനം, നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മുടെ എല്ലാ വിവരങ്ങളും ഡിജിറ്റൽ ലോക്കറുകളിൽ സേവ് ചെയ്യാനുള്ള സംവിധാനം, അതിലൂടെ ആർക്കും അത് ആക്സസ് ചെയ്യാനുള്ള സംവിധാനം, അതിലൂടെ ക്രോസ് ചെക്ക് ചെയ്യാനുള്ള സംവിധാനം, സാങ്കേതിക വിദ്യയെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കംപ്ലയൻസ് നെസസിറ്റി എന്നുള്ളത് പരമാവധി കുറച്ചു കൊണ്ടുവരാൻ, അതാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഗവേണൻസിലുണ്ടായിട്ടുള്ള മാറ്റം. അതിലൂടെയാണ് ഈ സംരംഭകർ ഉൾപ്പെടെയുള്ള ആളുകൾക്കുള്ള ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അതിൽ ഇന്ത്യ മുന്നോട്ട് പോകുന്നതിന്റെയും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. അപ്പൊ ഇത്തരത്തിലുള്ള പഴയ രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യം, ആ സാഹചര്യം ഇന്ന് നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ സംവിധാനമാണ്. കേന്ദ്ര സർക്കാരിന്റെ മാത്രം പരിശ്രമം കൊണ്ട് ഇത് സാധ്യമല്ല.
അതിന് സംസ്ഥാന സർക്കാരുകളുടെ കൂടി പിന്തുണ വേണം. അപ്പൊ അതിന് ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ജോലി ചെയ്യാനുള്ള സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷവും പ്രധാനമാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും 2-3 ദിവസത്തെ സമരങ്ങൾ നടക്കുന്നു. സർക്കാരിന്റെ പിന്തുണയോടുകൂടി അത്തരത്തിലുള്ള സമരങ്ങൾ നടക്കുന്നു. അപ്പൊ അങ്ങനെ 2-3 പ്രവൃത്തി ദിവസങ്ങൾ നഷ്ടപ്പെടുന്ന അന്തരീക്ഷമാണെങ്കിൽ അത് നിക്ഷേപകർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. അതുണ്ടാക്കുന്ന നഷ്ടവും ചെറുതായിട്ടുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് നൂതന ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് മുൻകൈയെടുത്ത മംഗളത്തിന്റെ എഡിറ്റോറിയൽ ബോർഡിനെയും അതോടൊപ്പം മംഗളത്തിന്റെ നേതൃത്വം നൽകുന്നവരെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഇടപെടലുകളിലൂടെയാണ് ആത്മനിർഭർ ഭാരത്, സ്വാശ്രയ ഇന്ത്യ, സ്വയം പര്യാപ്ത ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ നിങ്ങളും പങ്കാളികളാവുകയാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ജനപക്ഷത്തു നിന്ന് സർക്കാരുകൾ സ്വീകരിക്കുന്ന ആ ദൗത്യങ്ങളെ ഏറ്റെടുക്കുക എന്നുള്ളത് ഉത്തരവാദിത്തമുള്ള മാധ്യമങ്ങളുടെ കടമയാണ്. ഞാൻ കാണുന്നത് മംഗളം ആ ഒരു കടമ ഇവിടെ നിറവേറ്റുന്നു എന്നാണ്. അതല്ലാതെ ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണെങ്കിൽ ഞാൻ എതിർത്തേക്കാം. കാരണം അത് പറയുന്ന കാര്യം എന്താണെന്നുള്ളതല്ല, പറയുന്നത് ആരാണ് എന്ന് നോക്കിയിട്ട് അനുകൂലിക്കുകയും എതിർക്കുകയും ചെയ്യുന്ന ഒരു രീതി ചില മാധ്യമ പ്രവർത്തകരെങ്കിലും കേരളത്തിൽ സ്വീകരിക്കുന്നു എന്നുള്ളതും ഒരു സത്യമാണ്. കാരണം നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ അതിനെ വക്രീകരിച്ചും അതിനെ മോശമായും ഒക്കെ ചിത്രീകരിക്കുന്ന ഒരു രീതി ചിലരെങ്കിലും ഇപ്പോഴും കേരളത്തിൽ പുലർത്തുന്നുണ്ട് എന്നുള്ളത് പറയാതിരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ അത് കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളായിട്ട് തന്നെ ജനങ്ങളിലേക്ക് എത്തുന്നതല്ലേ അതിന്റെ ശരി എന്നുള്ളതാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ മാധ്യമ പ്രവർത്തകരിൽ ഞാനിതെല്ലാം മാനേജ്മെന്റുകളുടെ താല്പര്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് അവരും മനുഷ്യരാണ്. അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും, അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ ആശയങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ രാഷ്ട്രീയ ആശയങ്ങൾ അവരുടെ ജോലിയിൽ പ്രതിഫലിക്കാതിരിക്കാൻ എത്രമാത്രം അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് നിഷ്പക്ഷമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കണം, നമ്മുടെ രാജ്യത്ത് നിക്ഷേപം ഉണ്ടാകണം എന്ന് നരേന്ദ്രമോദി പറഞ്ഞാൽ അത് അംബാനിയെയും അദാനിയെയും കുത്തകളെയും പ്രോത്സാഹിപ്പിക്കലാണെന്ന് പറയുന്ന അതേ ആളുകൾ നമ്മുടെ ചില സംസ്ഥാനങ്ങളിൽ മറ്റു ചിലർ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായിട്ട് സംസ്ഥാനം മാറുന്നതായിട്ടും പറയാറുണ്ട്. അപ്പൊ ഇത് നടക്കുന്നത് ഒരേ കാര്യമാണ്. പക്ഷെ ഒരേ കാര്യം നരേന്ദ്രമോദി പറയുമ്പോൾ അത് കുത്തകകളെ പ്രോത്സാഹിപ്പിക്കലും മറ്റാരെങ്കിലും പറയുമ്പോൾ അത് നിക്ഷേപ സൗഹൃദമാവുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ വൈരുദ്ധ്യം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് മലയാള ദിനപത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ കാണുന്ന ഈ ഒരു വൈരുദ്ധ്യവും കൂടി ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡൽഹിയിൽ അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയതിന്റെ വാർത്തകൾ, അതാണ് വലിയ വാർത്ത. അത് സർക്കാരിന്റെ ഫാസിസമാണ്. അതേസമയത്ത് നമ്മുടെ നാട്ടിലെ വികസന പദ്ധതികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഭൂമിയിൽ കല്ലിടാൻ ചെല്ലുന്ന ആളുകളെ കല്ലിടാൻ ചെല്ലുന്നതും അതിനെ പ്രതിരോധിക്കുന്നവരെ ബൂട്ടിട്ട് ചവിട്ടുന്നതും ഒക്കെ 5 മിനിറ്റ് നേരത്തെ വാർത്തയാണ്. ഇത് രണ്ടും ഇതിലെ വൈരുദ്ധ്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അത്രേ ഉള്ളൂ. അപ്പൊ ഇത്തരത്തിൽ ഇങ്ങനെ ഉള്ള പല രീതിയിൽ നരേന്ദ്രമോദിജിക്ക് വേണ്ടിയിട്ട് പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ട് കാർ വാങ്ങിയപ്പോ അത് വലിയ ആഡംബരമായിട്ട് പല നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞു. വേറെ ചില ആൾക്കാർ കാർ വാങ്ങിയാൽ അത് സർക്കാരിന് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പണ്ട് പഴയ ആൾക്കാർ പറയാറുണ്ട്. ആ രീതിയിലുള്ള ഒരു സമീപനം, അങ്ങനെയുള്ള ഒരു സമീപനം കേന്ദ്ര സർക്കാരിന്റെ ജനോപകാരപ്രദമായിട്ടുള്ള നടപടികളോടുകൂടി പോലും അത്തരത്തിലുള്ളൊരു സമീപനം സ്വീകരിക്കുന്നത് ഒരു ശരിയായിട്ടുള്ള രീതിയല്ല എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേന്ദ്ര സർക്കാരിന്റെ നയപരിപാടികളുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട്, കാരണം ഇന്നത്തെ ഈ പരിപാടി ഗെയിം ചേഞ്ചേഴ്സ് എന്നുള്ള പരിപാടി, ആ പരിപാടിയെ ഞാൻ കാണുന്നത് അത്തരത്തിലാണ്. കാരണം രാജ്യം മുഴുവൻ പുരോഗതിയിലേക്ക് നീങ്ങുമ്പോൾ ആ പുരോഗതിക്ക് കൂടെ നിന്നുകൊണ്ട്
അതിനു വേണ്ടിയിട്ടുള്ള സംരംഭങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ, പുതിയ സ്റ്റാർട്ടപ്പ് ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾ, ഇതുപോലെയുള്ള മാറ്റങ്ങൾക്ക് ആ മാറ്റങ്ങളോട് അനുകൂലമായി നിൽക്കുന്ന മംഗളം മാനേജ്മെന്റിന്റെ നിലപാടുകളെ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഇതിൽ ഇന്ന് പുരസ്കാരത്തിന് അർഹരായിട്ടുള്ള മുഴുവൻ ആളുകളെയും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്തരത്തിലുള്ള നൂതന ആശയങ്ങളുമായിട്ട് മുന്നോട്ട് വരാൻ, കൂടുതൽ ആളുകൾക്ക് പ്രോത്സാഹനം നൽകാൻ ഈ പരിപാടി സഹായകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി മംഗളം മാനേജ്മെന്റിനും അതോടൊപ്പം പുരസ്കാര ജേതാക്കൾക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.